എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലാദ്യം ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇതിൽ തയ്ച്ച് പിടിപ്പിക്കുന്നത്. മടക്കാതെ സിംഗിൾ പീസായിട്ടും ഇത് പിടിപ്പിക്കാം. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അകത്തോട്ട് മടക്കി വെച്ച് തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ നെക്ക് തയ്ക്കാനായിട്ട് നെക്കിൽ ആ റൗണ്ട് പീസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസാണ് അടിച്ചെടുക്കുന്നത്. അതിൽ ആ രണ്ട് പീസും തമ്മിൽ അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കുക. പിൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. ഇനി അത് എടുത്തിട്ട് ഞാനിത് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ബാക്കി പീസ് കട്ട് ചെയ്ത് കളഞ്ഞു, അകത്തുള്ള പീസ്. ഇനി അതിൽ കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ചെറിയ ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്യുന്നത്. ചെറിയ ഡിസൈൻ 2-3 പൂക്കളും ഒക്കെ ആയിട്ട് ചെറിയൊരു ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഒരെണ്ണം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുകയാണ്. ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഓരോ പാറ്റേൺസിനും അത് വരച്ച് കൊടുത്തിരിക്കുന്ന ലൈനിൽ കൂടെ തന്നെ കുത്തിയെടുക്കണം, എന്നാലേ ആ ഷേപ്പ് കിട്ടത്തുള്ളൂ. നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അതിൻ്റെ ഡിസൈനും നല്ല സിമ്പിളാണ്. നമ്മൾ സൂചി കുത്തിയിട്ട് അടിയിൽ കൂടെ മുകളിലോട്ട് പൊക്കിയെടുക്കുക. എന്നിട്ട് ആ സൂചിയുടെ അടിയിൽ കൂടെ നൂല് കടത്തിവിട്ട് വീണ്ടും വലിച്ചെടുക്കുക.
ആ ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മാണ് തയ്ക്കേണ്ടത്. ആദ്യമേ സൂചി കുത്തി എടുത്തിട്ട് എടുത്ത നൂലിൻ്റെ ബാക്കിൽ നിന്ന് കുത്തി നൂലിൻ്റെ ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക. വീണ്ടും നൂലിൻ്റെ ബാക്കിൽ കുത്തിയിട്ട് ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക. അടിയിൽ കൂടെ ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക. അത് കറക്റ്റ് ഒരു വിട്ടിൽ വേണം എടുക്കാനായിട്ട്, എങ്കിലേ എല്ലാ കാണി പോലെയാണ് വരുന്നത്. ആ കാണി എല്ലാം ഒരേ സൈസിൽ കിട്ടത്തുള്ളൂ, എങ്കിലേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തുള്ളൂ. ബാക്ക് സ്റ്റിച്ച് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൻ്റെ ലീഫ് നമ്മൾ ലേസി സ്റ്റിച്ചാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇത് ആങ്കറിൻ്റെ ത്രെഡാണ്, ഡബിൾ ഷെയ്ഡുള്ള ആങ്കറിൻ്റെ ത്രെഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിലേക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത ഈ നെക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത സൈഡിൽ ലൈനിങ് തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ നെക്കിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കുക. ഇനി അത് നല്ല വശത്തേക്ക് തിരിച്ചിടുക. അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പതിച്ചടിക്കുക.
നെക്ക് ഞാൻ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ അരികിൽ കൂടെ അടിച്ചു കൊടുക്കുക. നല്ലപോലെ പിടിച്ചിട്ട് അടിച്ചു കൊടുക്കുക നന്നായിട്ട്. ഇങ്ങനെയാണ് നെക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കൂടെ ഓരോ ഹാഫ് ബീഡും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ച് അടിച്ചത് അകത്തേക്ക് മടക്കി അടിച്ചില്ലായിരുന്നല്ലോ, അതിന് അകത്തേക്ക് മടക്കി അടിച്ച് എടുക്കുക. മടക്കി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്യുവാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളതിനാദ്യം ഇതിൻ്റെ നല്ല വശവും കൂടി, അതായത് യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി ജോയിൻ ചെയ്ത് വയ്ക്കുക. അവിടെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇങ്ങേ സൈഡിലും സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. അവിടെ ഒരു പിൻ കൊടുക്കുക. ഇനി സെൻറ്റർ, സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തപ്പം. ആ നോച്ചും യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും കൂടെ ഒന്നിച്ച് വരത്തക്ക രീതിയിൽ അവിടെ ഒരു പിൻ ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ഇങ്ങനെ സൈഡിൽ കൊടുത്തിരിക്കുന്ന പിന്നിൻ്റെയും സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന പിന്നിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഭാഗം കുറച്ച് ലൂസായിട്ട് വരും. അവിടെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടിക്കോളൂ. അത് ഇതുപോലെ ഞൊറിഞ്ഞിട്ട് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക്. സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ അതങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ എളുപ്പമുണ്ട്. നമ്മളിപ്പോൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക, ഒന്ന് ഫിനിഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ പതിച്ചടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് യോക്കിൽ സ്കേർട്ട് പീസ് അറ്റാച്ച് ചെയ്യാം. അതിന് നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ സെൻട്രലായിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളത് ആദ്യം ചെയ്ത പോലെ തന്നെ സൈഡിൽ രണ്ടും സ്കേർട്ട് പാർട്ടും യോക്ക് പാർട്ടും കൂടെ പിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം സെൻട്രലിലും കൂടെ പിൻ ചെയ്ത് വയ്ക്കുക. നമ്മൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്ത് ഏകദേശം സെൻട്രലാകാറാകുമ്പോഴത്തേനും നമ്മളവിടെ സെൻറ്ററിൽ കുത്തിരിക്കുന്ന പിന്നൂരിയിട്ട് അവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ പതിച്ചടിക്കുക. അപ്പം നമ്മൾ ബാക്ക് പീസും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവിൻ്റെ താഴെ ഒരു പീസ് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുവാണ്. ആദ്യം നമ്മൾ ആ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് സ്ലീവിൻ്റെ നല്ല വശത്ത് വെച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് അകത്തേക്ക് വരത്തക്ക വിധം അത് നേരെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി ഒന്ന് പതിച്ചടിക്കുക. ഇനി കുറച്ച് ആ ബ്ലൂ കളറുള്ള തുണി കുറച്ച് ഇങ്ങനെ വെളിയിലേക്ക് കാണത്തക്ക രീതിയിൽ മടക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുക അതിൻ്റെ മേളിൽ കൂടെ. അപ്പം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ്. അതിന് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ നമ്മൾ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗവും തമ്മിൽ ഒന്നിച്ച് വെച്ചിട്ട്, അതുപോലെ രണ്ട് പീസും തമ്മിൽ നല്ല വശം തമ്മിലാണ് ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇപ്പുറം സെൻറ്ററിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് അടിക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ചായിരുന്നു വേണ്ടത്. അത് ആ 7 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുവാണ്. വണ്ണം നമ്മൾ ലൂസ് നമ്മൾ മാക്സിമം ഉള്ളത് തന്നെ ഇട്ട് കൊടുക്കുവാണ്. അടിവശം മടക്കി അടിക്കുക.
നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തയ്ച്ച് കഴിയുമ്പോൾ ഉള്ള വ്യൂ. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.